കടുത്ത മത്സരം തന്നെയാണ് എൻ ഡി എയും മഹാസഖ്യവും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വാശിയേറിയ പോരാട്ടവും വാശിയേറിയ പ്രചരണമൊക്കെയാണ് ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും എൻ ഡി എക്ക് നേരിയ ഒരു എഡ്ജ് ഉണ്ടെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാകില്ല. പ്രത്യേകിച്ച് ഇതുവരെ വന്ന ഒപ്പീനിയൻ പോൾസിലെല്ലാം എൻ ഡി എയുടെ ആ ഒരു മേധാവിത്വം, ഒരു എഡ്ജ് കൃത്യമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന ടൈംസ് നൗ JVC സർവേയും ഇത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ടൈംസ് നൗ JVC സർവേയിൽ എൻ ഡി എക്ക് 120 മുതൽ 140 സീറ്റ് വരെ ലഭിച്ചേക്കാമെന്നാണ് പറയുന്നത്. മഹാഗഡ്ബന്ധന്, അതായത് RJD നേതൃത്വം നൽകുന്ന കോൺഗ്രസ് ഉൾപ്പെടുന്ന മഹാസഖ്യത്തിന് 93 മുതൽ 112 സീറ്റ് വരെ നേടാൻ സാധിക്കും. വോട്ടിംഗ് പെർസെൻറ്റേജിലേക്ക് വരികയാണെങ്കിൽ 41 മുതൽ 43% വരെ വോട്ട് എൻ ഡി എക്ക് ലഭിക്കും. 39 മുതൽ 41% വരെ വോട്ടാണ് RJD നേതൃത്വം നൽകുന്ന മഹാസഖ്യത്തിന് ലഭിക്കാൻ പോകുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയായിരുന്നു. 37% വോട്ടാണ് ഇരു പാർട്ടികൾക്കും ലഭിച്ചത്. പക്ഷേ കൂടുതൽ സീറ്റുകൾ നേടി NDA അധികാരത്തിൽ വരികയാണ് ഉണ്ടായത്. അപ്പോൾ ഇത്തവണയും വാശിയേറിയ പോരാട്ടം തന്നെയാണ്. പക്ഷേ ഒരു എഡ്ജ് കൃത്യമായിട്ട് NDAക്ക് ഉണ്ട്. ഒരു 2% എഡ്ജ് NDAക്ക് പ്രെഡിക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്.